സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സൂപ്പർ കാർഡ് എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം അതിൻ്റെ ജോയിനിങ് ഫീസ്, ആനുവൽ ഫീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. പിന്നെ റിവാർഡ് പെർസെൻറ്റേജ് അപ് ടു 3% ആണ്. പക്ഷേ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. പെട്ടെന്ന് ഈ ഒരു 3% കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് കിട്ടുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, റിവാർഡ്സ് അപ് ടു 3% ആണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് ബേസ് ആയിട്ട് കിട്ടുന്നത് നോർമലി നമുക്ക് കിട്ടുന്നത് 1% റിവാർഡ് ബെനിഫിറ്റ് മാത്രമായിരിക്കും. നമുക്ക് 1.5% റിവാർഡ് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ലക്ഷം മോണീസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോണീസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു റിവാർഡ് പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് 3 ലക്ഷം നമ്മൾ കളക്ട് ചെയ്യണം. അതായത് 1% എന്ന രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ 3 ലക്ഷം ആകണം. സോ അങ്ങനെ നമ്മൾ 3 ലക്ഷം മോണീസ് നമ്മൾ കളക്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്ന മോണീസ് നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് റിഡീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കിട്ടുന്ന മോണീസ് നമ്മൾ റിഡീം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 0യിലേക്ക് റീസെറ്റ് ആകും. സോ അത് നമ്മൾ കളക്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ 3 ലക്ഷം മോണീസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.5% റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്നത് 2% റിവാർഡ് ബെനിഫിറ്റ് ആണ്. 2% റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ലക്ഷം മോണീസ് നമ്മൾ കളക്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് 3%. ഈ പരസ്യത്തിലൊക്കെ കാണുന്ന 3% റിവാർഡ് ബെനിഫിറ്റ് ആണ്. അതാണ് മാക്സിമം. അപ്പോൾ 3% റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ലക്ഷം മോണീസ് കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ ലാസ്റ്റ് 90 ഡേയ്സിൽ നമ്മുടെ ആവറേജ് സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് 5 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 3% റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസ് എന്ന് പറയുന്നത് 1% ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് 3 മാസത്തേക്ക് നോ കോസ്റ്റ് EMI ഇടാം. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈവൻ നമുക്ക് ഇൻട്രസ്റ്റോ GSTയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് 0 കോസ്റ്റാണ്. അതുള്ളത് തന്നെയാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസാണ്. ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 100 രൂപ വരെയാണ് നമ്മൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നില്ല. 100 രൂപയ്ക്ക് മുകളിൽ 500 രൂപ വരെയാണെങ്കിൽ 100 രൂപ പ്ലസ് GSTയും, 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെയാണെങ്കിൽ 500 രൂപ പ്ലസ് GSTയും, 1000 രൂപയ്ക്ക് മുകളിൽ 5000 രൂപ വരെയാണെങ്കിൽ 600 രൂപ പ്ലസ് GSTയും, 5000 രൂപയ്ക്ക് മുകളിൽ 10000 രൂപ വരെ 750 രൂപ പ്ലസ് GSTയും, 10000 രൂപയ്ക്ക് മുകളിൽ 25000 രൂപ വരെ 900 രൂപ പ്ലസ് GSTയും, 25000 രൂപയ്ക്ക് മുകളിൽ 50000 രൂപ വരെ 1100 രൂപ പ്ലസ് GSTയും, ഇനി 50000 രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ 1300 രൂപ പ്ലസ് GSTയുമാണ് നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരിക. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് സർചാർജ് ആണ്. ഫ്യൂവൽ ആൻഡ് റെയിൽവേ കാറ്റഗറിയിൽ വരുന്ന സർചാർജ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 2% അല്ലെങ്കിൽ 10 രൂപ ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ഈടാക്കും. അതിനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. നമ്മളുടെ ബില്ലിംഗ് സൈക്കിളിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ഫ്യൂൽ കാറ്റഗറിയിലും റെയിൽവേ കാറ്റഗറിയിലും സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു 2% അല്ലെങ്കിൽ 10 രൂപ എന്ന് പറഞ്ഞ സർചാർജ് എടുക്കുക. MCC കോഡിൽ കാണുന്നതാണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു കാറ്റഗറി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ആണ്. അതും സെയിം ആണ്. നമ്മളുടെ ബില്ലിംഗ് സൈക്കിളിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% അല്ലെങ്കിൽ 10 രൂപ ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ഈ ഒരു യൂട്ടിലിറ്റി പേയ്മെൻറ്റിന് സർചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ റെൻറ്റ് പേയ്മെൻറ്റിന് സർചാർജ് വരുന്നുണ്ട്. റെൻറ്റ് പേയ്മെൻറ്റിൻ്റെ സർചാർജ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% അല്ലെങ്കിൽ 10 രൂപ ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഈടാക്കുക. പിന്നെ എഡ്യൂക്കേഷണൽ കാറ്റഗറി പേയ്മെൻറ്റിന് സർചാർജ് വരുന്നുണ്ട്. അത് വരുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% ഇല്ലെങ്കിൽ 10 രൂപ ഏതാണോ ഹയർ അതായിരിക്കും ഈടാക്കുക. ഇതിൻ്റെയൊക്കെ MCC കോഡ്സ് കാണുന്നതാണ്. ഈ ഒരു MCC കോഡുമായിട്ട് മാച്ചാൽ മാത്രമായിരിക്കും എടുക്കുന്നത്. ഈ ഒരു MCC കോഡ് വെച്ചാണ് അവർ ഏത് കാറ്റഗറി ട്രാൻസാക്ഷനാണ് നമ്മൾ നടത്തുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ വാലറ്റ് ലോഡിംഗ് ട്രാൻസാക്ഷനും ഒരു സർചാർജ് വരുന്നുണ്ട്. MCC കോഡ്സ് കാണുന്നതാണ്. ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% അല്ലെങ്കിൽ 10 രൂപ ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ആയിരിക്കും വാലറ്റ് ലോഡിങ്ങിന് സർചാർജ് ആയിട്ട് ഈടാക്കുക. പിന്നെ ഓൺലൈൻ ഗെയിമിംഗ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് സർചാർജ് വരുന്നുണ്ട്. ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 1% ഇല്ലെങ്കിൽ 10 രൂപ അതായിരിക്കും സർചാർജ് ആയിട്ട് ഈടാക്കുക. ഓൺലൈൻ ഗെയിമിംഗ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന MCC കോഡ്സ് കാണുന്നതാണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറയുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ഫീസാണ്. നമുക്ക് ഈ ഒരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിൽ ഫണ്ട് നമുക്ക് നമ്മളുടെ സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാം. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് ക്യാഷ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എടുക്കുമ്പോൾ വരുന്ന ട്രാൻസ്ഫർ ഫീസാണ് ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഫീസ്. അത് നമ്മൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 2.5% ഇല്ലെങ്കിൽ 25 രൂപ ഏതാണോ ഹയർ ആയിട്ട് വരുന്നത് ആ ഒരു എമൗണ്ട് ആയിരിക്കും ഈടാക്കുക. അതേ പ്ലസ് GST നമ്മളൊരു ബാങ്ക് ട്രാൻസ്ഫർ ഫീസായിട്ട് ഈടാക്കും. സോ ഇതൊക്കെയാണ് ഈ ഒരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജുകൾ. സോ സ്ലൈസ് സൂപ്പർ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണെന്ന് കരുതി എടുത്ത് ഉപയോഗിക്കുന്നവർ ഈ ചാർജുകൾ കൂടി മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി